സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ കൊച്ചി പള്ളുരുത്തി താലൂക്ക് ആശുപത്രിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഡെങ്കിപ്പനി, എലിപ്പനി എന്നിവ തടയുന്നതിനായി ജില്ലാ ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പകർച്ചവ്യാധി ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശുചീകരണത്തിൽ ജീവനക്കാരും ആശാപ്രവർത്തകരും പങ്കാളികളായി. പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത ശക്തമാക്കുന്നതിന് കൊച്ചി പള്ളുരുത്തി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ജില്ലാ ആരോഗ്യ വിഭാഗത്തിന്റെ അഭ്യർത്ഥന പ്രകാരം ജില്ലയിലുടനീളം നടന്നുവരുന്ന ഉറവിട നശീകരണ ഊർജിത പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ആശുപത്രി ജീവനക്കാരും ആശാപ്രവർത്തകരും ചേർന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മിനു മാത്യുവിന്റെ നേതൃത്വത്തിൽ ജീവനക്കാരും ആശാപ്രവർത്തകരും ശുചീകരണത്തിൽ പങ്കാളികളായി. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും സ്കൂളുകളിൽ പരിസര ശുചീകരണം ശക്തമാക്കുന്നു. എല്ലാ ശനിയാഴ്ചയും സ്ഥാപനങ്ങളിൽ പരിസര ശുചീകരണം, ഉറവിട നശീകരണവും ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ഭവനങ്ങളിലും ഞായറാഴ്ചകളിൽ ഡ്രൈ ഡേയുടെ ഭാഗമായിട്ട് ഭവനവും പരിസരങ്ങളും ശുചീകരിക്കുന്നത് ഈ സംസ്ഥാനമൊട്ടാകെ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. ആ പ്രവർത്തനങ്ങളിൽ പള്ളുരുത്തി താലൂക്ക് ആശുപത്രിയിൽ ആശാപ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, ഞങ്ങളുടെ സ്റ്റാഫ്, മറ്റ് എല്ലാ പൊതുപ്രവർത്തകരെല്ലാം ഒരുമിച്ച് ഞങ്ങൾ പരിസരം എല്ലാം ശനിയാഴ്ച ശുചീകരിച്ചുകൊണ്ടിരിക്കുന്നു. വരും ദിവസങ്ങളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആരോഗ്യ വിഭാഗത്തിന്റെ തീരുമാനം. നഴ്സിംഗ് സൂപ്രണ്ട് ലീന ജോസഫ്, ഓഫീസ് ക്ലർക്ക് ബിനുരാജ്, ഷിജു, സ്റ്റാഫ് നഴ്സുമാരായ സുമാ സുധിൽ, വിഷ്ണു എന്നിവരും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. +2 ITM കഴിഞ്ഞവർക്ക് ലാറ്ററൽ എൻട്രി വഴി 2 വർഷം കൊണ്ട് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ സ്വന്തമാക്കാം. സമയം കളയേണ്ട, കരിയർ തുടങ്ങാം ജയ് ഭാരതിലൂടെ. ജയ് ഭാരത് കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി, പെരുമ്പാവൂർ.